Hi dear students, നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറേ ക്ലാസ്സുകളിലായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ്. അതായത് കപ്പാസിറ്റൻസ് എന്നുള്ളൊരു ഭാഗം കൂടി ഈ ചാപ്റ്ററിനുണ്ട് അല്ലേ. സോ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് ഈ ക്ലാസ്സിലൂടെ തുടങ്ങാൻ പോകുന്നത്. ദാറ്റ് ഈസ് കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ പലർക്കും ഒരു ന്യൂ ടേം ആയിരിക്കും, ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടാവും. ഒരു കമ്പ്യൂട്ടറിൽ ഒരു മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്, ഇലക്ട്രോണിക് കോമ്പണൻസ് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഇൻഡക്ടേഴ്സ് ഉണ്ട്, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഡയോഡ്സ് ഉണ്ട്. ഇതേപോലെ ഈ ഇലക്ട്രോണിക് ഡിവൈസസിലുള്ള ഒരു കോമ്പണൻ്റാണ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ്, ലൈക്ക് റെസിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റർ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. പല രീതിയിൽ പല ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ കപ്പാസിറ്ററിനെ കുറിച്ചിട്ട്, ഈ കപ്പാസിറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കപ്പാസിറ്റർ, വാട്ട് ഈസ് എ കപ്പാസിറ്റർ? Capacitor is a component used to store charge. ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ്. ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ്, ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ഇൻ എ സ്മോൾ സ്പേസ്. ഒരു ചെറിയ സ്പേസിൽ ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്ററിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റർ. സോ വാട്ട് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് എ കപ്പാസിറ്റർ? ടു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ സെപ്പറേറ്റഡ് ബൈ എൻ ഇൻസുലേറ്റർ. അപ്പോൾ ഇതെന്താണ്? ഇത് രണ്ടും എന്താണ്? കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ്. ഈ രണ്ട് പ്ലേറ്റ്സ് എന്താണ്? കണ്ടക്റ്റിംഗ് ആണ്. ഇനി ഈ രണ്ട് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ, അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഇൻസുലേറ്റർ ഉണ്ടാവും. ഡൈഇലക്ട്രിക് മീഡിയം നമ്മൾ ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ബിറ്റ്വീൻ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആരുണ്ടാവും? ഇൻസുലേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും. ദിസ് ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് കപ്പാസിറ്റർ. ദിസ് ഈസ് ദി യൂസ് ഓഫ് കപ്പാസിറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ് അല്ലേ. ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ഒരു ചെറിയ സ്പേസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. അതാണ് കപ്പാസിറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ്. നിങ്ങളൊരു സർക്യൂട്ട് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ രീതിയിലാണ്. ദിസ് ഈസ് എ സിംബൽ ഫോർ കപ്പാസിറ്റർ ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ കാണുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, രണ്ട് പ്ലേറ്റ്സ് ഉണ്ട് അല്ലേ, രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഇതാണ് എന്തെന്ന്? കപ്പാസിറ്ററിൻ്റെ സിമ്പൽ. നമ്മൾ റെസിസ്റ്ററിൻ്റെ സിമ്പലൊക്കെ പഠിക്കുന്നില്ലേ, അതേപോലെ കപ്പാസിറ്ററിൻ്റെ സിമ്പലാണിത്. അപ്പോൾ ഇനി നമ്മൾ ഈ കപ്പാസിറ്റേഴ്സ് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ, അതിൻ്റെ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ സിമ്പലാണ് കാണുക. ഈ സിമ്പലാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കപ്പാസിറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത്. അതിനു മുന്നേ കപ്പാസിറ്റൻസ് എന്നുള്ള ഒരു ടേം നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? ലിസൺ വെരി കെയർഫുള്ളി. വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ്. ആ കപ്പാസിറ്ററിൻ്റെ എബിലിറ്റി ടു സ്റ്റോർ ചാർജ്, എത്രത്തോളം ചാർജ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റൻസ്. എബിലിറ്റി ഓഫ് ദി കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ് അല്ലേ, എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അതിൻ്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്തെന്ന്? കപ്പാസിറ്റൻസ്. എന്താ പറയുക നമ്മൾ? കപ്പാസിറ്റൻസ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. എന്താണ്? ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ആസ് എ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത് ഫാരഡിലാണ്. വേറെ യൂണിറ്റ്സ് ആണ് മൈക്രോ ഫാരഡ്. ഓക്കെ, മൈക്രോ ഫാരഡ് നമുക്കറിയാം 10⁻⁻6 ഫാരഡ് ആണെന്ന് 1 മൈക്രോ ഫാരഡ്. 10⁻⁻6 ഫാരഡ് ആണ്
1 മൈക്രോഫാരഡ്. ഇനി വേറെ യൂണിറ്റ് ആണ് പൈക്കോഫാരഡ്. നാനോഫാരഡ് ഉണ്ട്, നാനോഫാരഡും കൂടി പറയാം നമുക്ക്. നാനോഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁹ ഫാരഡ് ആണ്. ഇനി പൈക്കോഫാരഡ് 10⁻⁻12 ഫാരഡ് ആണ്. So these are the units of capacitance. Capacitance is the ability to store charge. Okay, so what is the capacitor? Capacitor is a device used to store large amount of charge in small space. Then we are going to discuss how it works, how a capacitor works. അപ്പോൾ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റേഴ്സിന് 2 പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ പ്ലേറ്റ്സ് പാരലൽ പ്ലേറ്റ്സ് ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്കുണ്ട്. സിലിണ്ട്രിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന കണ്ടക്ടേഴ്സ് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണുള്ളതെങ്കിൽ, സിലിണ്ട്രിക്കൽ ഷേപ്പ് നിങ്ങൾക്കറിയായിരിക്കും, ഇതാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലേ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കപ്പാസിറ്റേഴ്സ് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണുള്ളതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? സിലിണ്ട്രിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. അതേപോലെ സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന കപ്പാസിറ്റേഴ്സ് എന്താണ്? സ്ഫിയറാണ് ഷേപ്പെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഞാൻ സാധാരണ 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദി കണ്ടക്ടർ അല്ലേ, കണ്ടക്ടർ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല ടൈപ്സ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതെന്താണ്? സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ. എന്തുകൊണ്ടാണ് നമ്മൾ സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്? അതിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറാണ് ആ കണ്ടക്ടറിൻ്റെ ഷേപ്പ്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്ത കണ്ടക്ടറിൻ്റെ ഷേപ്പ് സ്ഫിയർ ആണെങ്കിൽ എന്തായിരിക്കും? സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കണ്ടക്ടറിൻ്റെ ഷേപ്പ് പാരലൽ പ്ലേറ്റ് ആണ്. എന്താണ്? പാരലൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ്സ് ആണെങ്കിൽ ഇത് എന്ത് കപ്പാസിറ്റർ ആണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. What is a parallel plate capacitor? Two conducting materials, okay, two conducting plates are separated by a insulator. Okay, these are parallel plates. ഇതെന്താണ്? 2 parallel plates separated by insulator. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? Parallel plate capacitors. Okay, suppose ഞാൻ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കൊടുത്തത്? ഇവിടെ ഇപ്പോൾ ഈ എൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ടും രണ്ടാമത്തെ പ്ലേറ്റ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റ് ഇവിടെ എന്ത് കൈവരും? ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജസ് വരും അല്ലേ, പോസിറ്റീവ് ചാർജസ് വരും. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് കുറച്ച് പോസിറ്റീവ് ചാർജസ് കൊടുത്തിട്ടുണ്ട് ബൈ യൂസിങ് സം സോഴ്സ്. നമ്മളിവിടെ ഉപയോഗിച്ച സോഴ്സ് എന്താണ്? ബാറ്ററിയാണ്. സോ ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിട്ടുള്ള പ്ലേറ്റ് എന്തായിട്ടുണ്ട്? പോസിറ്റീവ് ചാർജസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജസ് വന്നു. അതേപോലെ രണ്ടാമത്തെ പ്ലേറ്റിൽ എന്ത് വരും? നെഗറ്റീവ് ചാർജസ് വരും. കാരണം എന്താണ്? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്ത് വന്നു? നെഗറ്റീവ് ചാർജസ് വന്നു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ 2 പ്ലേറ്റിൻ്റെയും ഇടയിൽ ആരാണുള്ളത്? ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡൈഇലക്ട്രിക് മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഡൈഇലക്ട്രിക് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൈഇലക്ട്രിക് അല്ലേ, 2 ടൈപ്സ് ഓഫ് ഡൈഇലക്ട്രിക്സ് ഉണ്ട്. പോളാർ ഡൈഇലക്ട്രിക്സ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് കണ്ടവർക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ഞാൻ അത് ജസ്റ്റ് അങ്ങ് പറയാൻ വേണ്ടി പോവാണ്. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അവിടെ എന്തുണ്ടാവും? നമ്മൾ പോളറൈസേഷൻ സംഭവിക്കും അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാം? പോളറൈസേഷൻ സംഭവിക്കും. ഈ പോളറൈസേഷൻ സംഭവിച്ചിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ കുറച്ച് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും അല്ലേ, നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിലുള്ള ഈ ചാർജ് കാരിയേഴ്സ് അല്ലേ, ആ മെറ്റീരിയലിലുള്ള ഈ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന കുറച്ച് ചാർജസ്, അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്, നെഗറ്റീവ് ചാർജസ്. അതേപോലെ ഈ നെഗറ്റീവ് ചാർജസിൻ്റെ അടുത്തേക്ക് ആരാണ് വരിക? പോസിറ്റീവ് ചാർജസ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ത് ചെയ്യും? ഈ ചാർജസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലേ, ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് ടുവേർഡ്സ് റൈറ്റ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ ചാർജസ് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട് അല്ലേ. ഈ ഔട്ട് എന്ന് കൊടുക്കാം അല്ലേ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്തെന്ന്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇന്ന് എന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. 2 പ്ലേറ്റ്സ് ഉണ്ട്, അതിൽ ഞാനൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
അല്ലേ? ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പോസിറ്റീവ് ടെർമിനൽ ഈ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ചാർജായി, നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജായി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. അതിന് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പോളറൈസേഷൻ സംഭവിക്കും, അല്ലേ? പോളറൈസേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലിലുള്ള പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിലുള്ള ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കാരണം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ നെറ്റ് ഈസ് ഈക്വൽ ടു, അല്ലേ, ഇ ഈസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ഇ ഔട്ട് മൈനസ് ഇ ഇൻ. അതായത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്തെന്ന് ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? ഇ ഔട്ട് മൈനസ് ഇ ഇൻ എന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജസ് കൊടുക്കുന്നു. ഇതാണെന്തെന്ന്? ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ബൈ യൂസിങ് എ സോഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തു, അല്ലേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നത് കാണാം. വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് കൊടുക്കാൻ പറ്റും, അല്ലേ? വീണ്ടും വീണ്ടും നമുക്ക് ചാർജ് കൊടുക്കാൻ പറ്റും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നത് കാരണം. സോ ഇതാണ് ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റർ എന്തായി? ചാർജായി. ഇതിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ ബാറ്ററി മാറ്റിയിട്ട് ഇവിടെ ഒരു ബൾബ് കൊടുക്കുകയാണ്. എന്ത് കൊടുക്കുകയാണ്? നമ്മൾ ഒരു ബൾബ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഈ ബാറ്ററി മാറ്റിയിട്ട് ഒരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൾബ് കത്തുമോ? ബൾബ് കത്തും. കാരണം എന്താണ്? ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ചാർജ് ചെയ്തിട്ടുണ്ട്, എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എനർജി സ്റ്റോർ ചെയ്യാം എന്ന് പറയാം, അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്യാം എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ, ഇവിടെ ലോഡായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ബൾബാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഒരു ബൾബ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ലോഡ് കൊടുത്തപ്പോൾ ഈ എനർജി എന്ത് ചെയ്തു? ഈ എനർജി റിലീസായി. ഈ എനർജി റിലീസായപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബൾബ് പ്രകാശിച്ചു, ഈ ബൾബ് കത്തി. ഓക്കെ, സോ ഇതിന് നമ്മൾ പറയുന്നതാണ് എന്തെന്ന്? ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ, ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ, അല്ലേ? ചാർജ് ചെയ്യുമ്പോൾ എനർജി സ്റ്റോർ ചെയ്യുന്നു, അല്ലേ? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബൾബ് കത്തുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡിസ്ചാർജിങ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ബാറ്ററി കണ്ടിട്ടുണ്ടല്ലോ. ബാറ്ററിയും കപ്പാസിറ്ററും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടിലും എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലേ? ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൾബ് കത്തിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്, അല്ലേ? കപ്പാസിറ്ററിൽ വേറെ പ്രോസസ്സാണ് നടക്കുന്നത്. അതേപോലെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു ക്ലോക്കിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഈ ക്ലോക്കിൽ നമ്മൾ ക്ലോക്ക് വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി എന്ത് ചെയ്യും? കുറഞ്ഞ് മെല്ലെയാണ് കുറഞ്ഞ് വരുന്നത്. നേരെ മറിച്ച് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിപ്പിക്കുന്നത്. കാരണം ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സഡൻ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യാണ്? ലൈറ്റ് നല്ല രീതിയിൽ കത്തുകയാണ്, അല്ലേ? നല്ല എനർജി എന്ത് ചെയ്യാണ്? സഡനായിട്ട് നല്ലൊരു എമൗണ്ട് എനർജി റിലീസ് ചെയ്യാണ്. സോ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കപ്പാസിറ്റർ യൂസ് ചെയ്യാം. നേരെ മറിച്ച് ബാറ്ററി ആണെങ്കിൽ ചെറിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? എനർജി കുറഞ്ഞ് വരുന്നത്. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ബാറ്ററിയും കപ്പാസിറ്ററുമായിട്ട് ഉണ്ട്. So what is a capacitor? What is capacitance? What is a unit of capacitor? What is charging of capacitor? Discharging of capacitor? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് ദി കണ്ടക്ടർ. സ്ഫെറിക്കൽ കപ്പാസിറ്റർ, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. ഇനി നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂസ് ഒക്കെ പഠിക്കണം. ഓക്കെ, റെഡി? കപ്പാസിറ്ററിൻ്റെ കേസിൽ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ. ഇവിടെ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ആണെന്ന് വി. അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. സോ ചാർജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു പൊട്ടൻഷ്യൽ. This constant is called capacitance.
സോ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് നമുക്ക് എന്താണെന്ന് പറയാം, കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി, ചാർജ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ആണ് എന്തെന്ന് കപ്പാസിറ്റൻസ്. അപ്പോൾ ഏത് കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയുള്ള ചാർജ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, സോ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. സോ ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്, ക്യൂ ഈസ് ഈക്വൽ ടു സി വി ആണ്, അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, നമ്മൾ ഓൾറെഡി രണ്ട് പാരലൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, രണ്ട് പാരലൽ പ്ലേറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജസ് ആണ്, പോസിറ്റീവ് ചാർജസ്. ഓക്കെ, ഈ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസ് ആണ്, ഈ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസ് ആണ്. എന്താണ്, നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ദീസ് പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി. ഇവിടെയുള്ള ചാർജ് പ്ലസ് ക്യൂ, ഇവിടെയുള്ള ചാർജ് മൈനസ് ക്യൂ. ഓക്കെ, സോ രണ്ട് പ്ലേറ്റ്സ് ആണ്, രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ്. ഓക്കെ, പ്ലേറ്റ് അല്ലെങ്കിൽ ഷീറ്റ് എന്ന് പറയാം നമുക്ക് അല്ലേ. ഈ രണ്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, സെപ്പറേഷൻ എത്രയാണ്, ഡി എന്ന് എടുത്തിട്ടുണ്ട്, സ്മോൾ ഡി എന്ന് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, രണ്ടാമത്തെ പ്ലേറ്റിലുള്ള ചാർജ് മൈനസ് ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സ്റ്റെപ്സ് അങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം, അതിനുശേഷം നിങ്ങൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലേ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം അല്ലേ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് offered by a plane sheet, infinite long plane sheet? ഈ ഇൻഫൈനൈറ്റ് ലോങ് പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നമ്മൾ പഠിച്ചതാണ്. ഇൻഫൈനൈറ്റ് ലോങ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫേർഡ് ബൈ എ ഷീറ്റ് ഓഫ് ചാർജ്, എ പ്ലെയിൻ ഷീറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലോങ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണിത്, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. അപ്പോൾ ഈ പ്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തുതന്നെയായിരിക്കും അല്ലേ, ഇതെന്താണ്, പ്ലേറ്റ്സ് ആണ്. ഓക്കെ, പ്ലെയിൻ ഷീറ്റാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തുതന്നെയായിരിക്കും, സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. പക്ഷേ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്ലെയിൻ ഷീറ്റ്സ് ഉണ്ട്, ഇവിടെ രണ്ട് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ഒന്ന് പോസിറ്റീവ് ചാർജസ് ഉള്ള പ്ലെയിൻ ഷീറ്റ്, രണ്ടാമത്തത് നെഗറ്റീവ് ചാർജസ് ഉള്ള പ്ലെയിൻ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് എന്താ ചെയ്യുക, പുറത്തേക്ക് പോവല്ലേ ചെയ്യുക, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണ് പോവുക, പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടേക്കാണ് പോവുക ഇലക്ട്രിക് ഫീൽഡ്. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഡയറക്ഷൻ ശ്രദ്ധിക്കണേ, പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ടേക്ക് പോയി ഇലക്ട്രിക് ഫീൽഡ്, നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകണം, നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യണം, വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് അല്ലേ ഉള്ളത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, പുറത്തോട്ടേക്കായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ പ്ലസ് എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും, പുറത്തോട്ടേക്കായിരിക്കും അല്ലേ, പുറത്തോട്ടേക്കായിരിക്കും. ഇനി ഈ മൈനസ് കാരണമാണെങ്കിലോ മൈനസിലേക്ക് വരിക ചെയ്യുന്നത് അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു നമുക്ക് 3 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് റീജിയൻ, സെക്കൻഡ് റീജിയൻ, തേർഡ് റീജിയൻ. ഒരു റീജിയൻ ഉണ്ട്, ഇതും പുറത്താണ് കപ്പാസിറ്ററിൻ്റെ, ഇത് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ആണ്, ഇതെന്താണ് ഔട്ട്സൈഡ് ദി കപ്പാസിറ്റർ ആണ്. 3 റീജിയൻ ആക്കിയിട്ട് ഞാൻ ഈ കപ്പാസിറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പ്ലസ് അങ്ങോട്ടേക്കാണ്, പുറത്തോട്ടേക്കാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഡ്യൂ ടു ദിസ് നെഗറ്റീവ് ചാർജിലേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങോട്ടേക്കാണ്
റൈറ്റ് സൈഡ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണെന്ന് ഈ മൈനസ്. ഇവിടെ ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 അല്ലേ? നമ്മളിത് പഠിച്ചതാണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൽ പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. പ്ലസ് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു മൈനസ് കൊടുക്കണ്ടേ? പ്ലസ് മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ, സോ എന്താവും? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 0. എന്തുകൊണ്ടാണ് 0 ആയത്? ഒന്നെന്താണ് അല്ലേ? ഈ പ്ലസ് എന്താണ്? ഈ പ്ലസ് ഒരു ഡയറക്ഷനിലാണ്, മൈനസ് ഈ മൈനസ് ആണെന്ന്. ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് മൈനസ് ഇ മൈനസ്. സോ എന്തായി? സിഗ്മ ഡിവൈഡ് ബൈ 2ε0 മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ഈസ് ഈക്വൽ ടു 0. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് റീജിയനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റും ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റും എന്തായി പോകുന്നു? ക്യാൻസൽ ആയി പോകുന്നു. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സിഗ്മ ബൈ 2ε0 ആണ്. സോ അത് ക്യാൻസൽ ആയിട്ട് എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഇനി രണ്ടാമത്തെ റീജിയൻ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ റീജിയൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മൂന്നാമത്തെ റീജിയൻ കൺസിഡർ ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ റീജിയനിലേക്ക് വരാം. മൂന്നാമത്തെ റീജിയനിൽ ഡ്യൂ ടു ഈ പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് പുറത്തോട്ടേക്കല്ലേ പോകേണ്ടത് അല്ലേ? വരുമല്ലല്ലോ ചെയ്യേണ്ടത്. ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് അങ്ങോട്ടേക്കാണ് ഉണ്ടാവുക അല്ലേ? ഈ പ്ലസ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. സോ എന്താണ്? ഈ ഡയറക്ഷനിലേക്കാണ് ഈ മൈനസ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് മൈനസ് ഈ മൈനസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0 മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൂന്നാമത്തെ റീജിയനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ല? ഇവിടെ നോക്കിയാൽ മതി, ഒരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് അത് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 മൈനസ് സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ഈസ് ഈക്വൽ എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. ഇനി ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് അതായത് നമ്മുടെ രണ്ടാമത്തെ റീജിയൻ, ഇവിടെ പോസിറ്റീവ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക് അല്ല? ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ്. ഇത് ഈ പ്ലസ് ആണ്. ഇനി മൈനസ് ആണെങ്കിലും മൈനസിലേക്കല്ലേ വരേണ്ടത്? സോ ഇവിടെ എന്താണ്? ഈ മൈനസ്. ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പ്ലസ് ഇ മൈനസ്. സോ എന്താ കിട്ടും നമുക്ക്? സിഗ്മ ഡിവൈഡ് ബൈ 2ε0 പ്ലസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ഇസ് ഈക്വൽ ടു 2 സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 അല്ലേ? സിഗ്മ പ്ലസ് സിഗ്മ 2 സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 ഡിനോമിനേറ്ററിൽ കോമൺ ആണ്. സോ ഡിവൈഡ് ബൈ 2ε0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും അല്ലേ? സിഗ്മ ബൈ 2ε0യും സിഗ്മ ബൈ 2ε0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? സിഗ്മ ബൈ ε0. ശ്രദ്ധിക്കണേ, ഇവിടെ ഫസ്റ്റ് റീജിയനിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0, തേർഡ് റീജിയനിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0, സെക്കൻഡ് റീജിയനിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ഡിവൈഡഡ് ബൈ ε0. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മാത്രമേ ഉള്ളൂ? ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്ററിൽ മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? സിഗ്മ ബൈ ε0 ആണ്. ഓക്കെ, സോ ഔട്ട്സൈഡ് ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ അല്ലേ? ഇത് എൻ്റെ രണ്ട് കൈകൾ രണ്ട് പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? സിഗ്മ ബൈ ε0. പുറത്തോട്ടേക്കാണെങ്കിലോ 0, പുറത്ത് ഇവിടെയാണെങ്കിലോ 0, ഇവിടെയാണെങ്കിലോ സിഗ്മ ബൈ ε0. ഓക്കെ, ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് കിട്ടിയത്? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ ε0. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ആർക്കാണ്? ഫോർ എ പ്ലെയിൻ ഷീറ്റ്, ഫോർ എ പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ സിഗ്മ ബൈ ε0 ഏതാണ്? ഇൻ ദി കേസ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. എത്രയാണ്? സിഗ്മ ബൈ ε0. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്? വി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ? പറഞ്ഞേ. ഇ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ. നമ്മൾ പഠിച്ചതല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് കൊടുക്കാം. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വി ആയിട്ടാണ് നമ്മൾ എടുത്തത്.
ഡിസ്റ്റൻസ് ഡി ആയിട്ടാണ് എടുത്തത് അല്ലേ. ഡി വി ബൈ ഡി ആർ ചേഞ്ച് ചെയ്യുന്നതുണ്ടെങ്കിലേ നമ്മൾ എന്തെടുക്കേണ്ട ആവശ്യമുള്ളൂ, ഡി വി ബൈ ഡി ആർ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് എടുത്താൽ മതി. പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഇവിടെ പൊട്ടൻഷ്യൽ വി ആണ്, ഡിസ്റ്റൻസ് ഡി ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഇ എത്രയാണ്, സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് കിട്ടി. സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്യൂ ഡിവൈഡഡ് ബൈ എ. സിഗ്മ ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി, നമ്മൾ പഠിച്ചതാണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ എ. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ. ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണെന്ന് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, സോ ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 അല്ലേ, സിഗ്മക്ക് ക്യൂ ഡിവൈഡ് ബൈ എ കൊടുത്തു, എപ്സിലോൺ 0 അവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു ഡി. സോ സിഗ്മക്ക് ക്യൂ ഡിവൈഡഡ് ബൈ എ, എപ്സിലോൺ 0 ഡിനോമിനേറ്ററിൽ അവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു ഡി ന്യൂമറേറ്ററിൽ. ഇനി നമുക്ക് എന്താ കിട്ടിയത് ഇപ്പോൾ, ക്യൂ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0. ഇനി നമുക്ക് വേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം വി കണ്ടുപിടിക്കുന്നു. വി ഈസ് ഈക്വൽ ടു എന്താണ്, ഇ ഡി ആണ്. ഓക്കെ, അതിനുശേഷം സി കണ്ടുപിടിക്കണം. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ ഡിവൈഡഡ് ബൈ വി ആണ്. ക്യൂ ഡിവൈഡഡ് ബൈ വി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. നമുക്കറിയാലോ വി ഈസ് ഈക്വൽ ടു എത്രയാണ്, വി ഈസ് ഈക്വൽ ടു ക്യൂ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0. ഓക്കെ, സോ ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0, ക്യൂ ക്യാൻസൽ ആയി. ഈ എ എപ്സിലോൺ 0 എവിടത്തേക്ക് വരും, ന്യൂമറേറ്ററിലേക്ക് വരും. ശ്രദ്ധിക്കണേ, കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ക്യൂ ഡിവൈഡഡ് ബൈ വി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയതാണ്, വി ഈസ് ഈക്വൽ ടു എത്രയാണ്, ക്യൂ ഡി ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂ ക്യാൻസൽ ആയി, ബാക്കി എന്താ കിട്ടുക, സി ഈസ് ഈക്വൽ ടു, ഞാൻ മേലെ എഴുതാം, സി ഈസ് ഈക്വൽ ടു ഈ എ എപ്സിലോൺ 0 മേലോട്ടേക്ക് പോയി അല്ലേ, എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടി. എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോരോ റീജിയനും കൺസിഡർ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ എത്രയാണ്, 0 ആണ്. ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ സിഗ്മ ബൈ എപ്സിലോൺ 0. അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, ദാറ്റ് ഈസ് ക്യൂ ബൈ എ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് ശേഷം പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ റിലേഷൻ അറിയാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. സോ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടി. പൊട്ടൻഷ്യൽ കിട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ വിക്ക് നമ്മൾ ക്യൂ ഡി ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0 എടുത്തു. ക്യൂ ക്യാൻസലായി, നമുക്ക് എന്താ കിട്ടിയ ആൻസർ, എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. So what are the factors affecting the capacitance of parallel plate capacitor? ഏരിയ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് സൈസ് ഓഫ് ദി പ്ലേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ രണ്ട് പ്ലേറ്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. എപ്സിലോൺ 0 പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഫ്രീ സ്പേസ് ആണ്, വാക്വം ഉള്ളപ്പോഴുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് മാറും. ശ്രദ്ധിക്കണേ, ഈ എ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് കൺസിഡർ ചെയ്തപ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് ആണ്. ഇനി ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ ആണ്, സി ഈക്വൽ എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. ഇനി ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇവിടെ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. കപ്പാസിറ്റൻസ് ആ കണ്ടക്ടറിൻ്റെ സൈസിനെയും ഷേപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്ററിന് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. അത് ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, യൂണിവേഴ്സലി പ്രൊപ്പോർഷനാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അല്ലേ. വാട്ട് അബൌട്ട് വെൻ എ ഡൈഇലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.